ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ബാക്കി എന്തെല്ലാം നമ്മൾക്ക് ലൈഫിലുണ്ടോ അതൊക്കെ ബോണസാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിലായിരിക്കും വിഷമിക്കുന്നത്. ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ടാകുന്ന ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പക്ഷേ പണം കുറഞ്ഞതിൻ്റെ വേവലാതിയിലായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ അതേ സമയത്ത് നോക്കേണ്ടത് ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് വിഷമിപ്പിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത് അത് ചിലപ്പം ഒരുപക്ഷേ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിലും കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടാവും. എന്നിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഉണ്ട്. നിങ്ങൾക്ക് ഒന്ന് കുനിഞ്ഞതിന് ശേഷം ഒന്ന് എണീക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുവാനുള്ള, കാഴ്ചകൾ ആസ്വദിക്കുവാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്, കാണുവാനുള്ള കഴിവുണ്ട്, കേൾക്കുവാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഫോണുണ്ട്. പോട്ടെ, നിങ്ങളുടെ കുട്ടികളുമായിട്ട് നിങ്ങൾക്ക് സംവദിക്കുവാനുള്ള ഒരുപാട് സമയങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നത്, ഒരുപക്ഷെ നിങ്ങൾക്കൊരു സ്ഥിരമായിട്ടുള്ള ജോലിയില്ല എങ്കിലും ഒരു താൽക്കാലികമായിട്ടുള്ള ജോലി വരെയുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്കത് സെയിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള ആളുകളെ കണ്ടെത്തുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് ആളുകളുമായിട്ട് സംവദിക്കേണ്ടി വരും, അവരുമായിട്ട് സംസാരിക്കേണ്ടി വരും. അവരുടെ അടുത്തേക്ക് എത്തുന്നത് വരെ നമുക്കറിയാം ഇപ്പോൾ ഏത് ചിപ്പിയുടെ ഉള്ളിലാണ് മുത്ത് കിടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്ഥിരമായിട്ട് ഏത് ചിപ്പിയുടെ ഉള്ളിലാണ് മുത്ത് കിടക്കുന്നതെന്ന് അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ഈ ലോകത്ത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. നമ്മൾ അതിനെ അന്വേഷിക്കുക, കണ്ടെത്തുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.